ആറ്റുകാൽ പൊങ്കാല അതിമനോഹരമായി നടന്നു. എന്നിട്ടും സൈബർ ആക്രമണമാണ് നഗരസഭയ്ക്കും BJPക്കും എതിരെ. ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുള്ളവരാണ് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ? ഗൂഢലക്ഷ്യം തന്നെയാണല്ലോ ഇത്. BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെയെങ്കിലും BJPയുടെ റെപ്യൂട്ടേഷൻ, നല്ല പേര് തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. ഈ BJP അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ഏറ്റെടുത്തിട്ട് 1-2 മാസം കഷ്ടിയായിട്ടുണ്ട്. ഏതായാലും അവരുടെ മാജിക് വാൻസ് ഒന്നുമില്ല, മാന്ത്രിക വടികൾ ഇവിടുത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. പക്ഷേ ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകളെല്ലാം തന്നെ ലൈവായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാല സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു അനിഷ്ട സംഭവം നടന്നതായിട്ട് ഞാൻ കണ്ടില്ല, വാർത്തകളൊന്നും കണ്ടില്ല. പക്ഷേ ഈ സൈബർ ബുള്ളിയിങ്, സൈബർ അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഈ BJP ഭരണത്തിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ അഗ്നി പരീക്ഷയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. അത് അവർ വളരെ മനോഹരമായിട്ട്, വളരെ തൃപ്തികരമായിട്ട് ചെയ്തു തീർത്തു. അതിന് തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ മേയറേയും ഡെപ്യൂട്ടി മേയറേയും കൗൺസിലർമാരെയും പിന്നെ കോർപ്പറേഷൻ്റെ മറ്റ് സ്റ്റാഫുകളെയും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നമുക്കറിയാം തിരുവനന്തപുരത്തെ റോഡ്, അതല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ജലസൗകര്യങ്ങൾ, ജല വിതരണ സൗകര്യങ്ങളെല്ലാം തന്നെ സാധാരണയിലും താണ നിലവാരത്തിലുള്ളതാണ്. കഴിഞ്ഞ ഈ കോർപ്പറേഷൻ്റെ ഭരണാധികാരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്തിയാണ്, ഒരു വനിതയോ ഒരു യുവതിയോ ഒരു ബാലികയായിരുന്നു കോർപ്പറേഷൻ മേയർ. അവർ അധികാരത്തിലിരുന്ന കാലങ്ങളിൽ മുഴുവൻ കേൾക്കാം, വെള്ളയമ്പലത്ത് വെള്ളം കിട്ടാനില്ല, വഴുതക്കാട് വെള്ളം കിട്ടാനില്ല, 2 ദിവസം എടുക്കും, 3 ദിവസം എടുക്കുന്നു. അപ്പോൾ ഇതൊരു ഇൻബിൽട്ട് പ്രോഗ്രാമാണ് തിരുവനന്തപുരം നഗരസഭയുടെ. ശുചീകരണം മോശമാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാ ചാനലുകളിലും വന്ന കാര്യമാണിത്. അതെല്ലാം അവർ പരിഹരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ ആറ്റുകാൽ പൊങ്കാല നടത്തിയത് വളരെയധികം പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടാണ്. അത് അവർ സക്സസ് ആയിട്ട് ചെയ്തു തീർത്തു. എല്ലാ ജനങ്ങളും TV-യിൽ പറഞ്ഞു, വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തവരോട് പറഞ്ഞു, ഞാൻ മലയാളം ചാനൽ കാണാറില്ലെങ്കിൽ കൂടിയും ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് കണ്ടിരുന്നു. ദേവിയോടുള്ള ഭക്തി കാരണമായിരിക്കും ഞാൻ കാണാൻ ഇരുന്നത്. ആർക്കും പരാതി ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. അവർ വളരെ നന്നായിട്ട് വിവിധ ഏജൻസികളെ, വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനെയും ആരോഗ്യ വകുപ്പിനെയും അതുപോലെ തന്നെ RSSൻ്റെ തന്നെ ഒരു സംഘടനയായ സേവാഭാരതിയുടെയൊക്കെ സർവീസസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊങ്കാല തിരുവനന്തപുരം നഗരം കാണുന്നത് തന്നെ. വളരെ നന്നായിട്ട് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു എല്ലാം. അത് മാത്രമല്ല, ഈ പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഈ ജനങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങിയവർ, അതിനൊക്കെ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അത് രാജേഷ് പ്രതിപക്ഷത്തിരുന്ന് നേടിയ അനുഭവങ്ങൾ ഇതെല്ലാം കണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാജേഷ് മനസ്സിലാക്കിയിട്ടുണ്ട്. കോർപ്പറേഷനിലെ മറ്റ് കൗൺസിലർമാർ, BJP കൗൺസിലർമാരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വളരെ നന്നായിട്ട് ഈ ജോലി ചെയ്തു തീർത്തു. അതിന് ജനങ്ങൾ അവരോട് നന്ദിയുള്ളവരായിരിക്കും. സാർ ഈ പറയുന്ന പോലെ, സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഇടതുപക്ഷം CPM ഭരിക്കുന്നവരെല്ലാം കൂടെ ചേർന്നിട്ട് പൈപ്പ് പൊട്ടിച്ചും ഒക്കെയാണ് മുൻകാലങ്ങളിൽ ഈ പറയുന്ന കുടിവെള്ളം മുട്ടിച്ചിട്ടുള്ളത്. ഇത്തവണ പല വാർഡുകളിലേക്കും ജലവിതരണം ഒരു തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് 200-ലേറെ ടാങ്കറുകൾ എത്തിച്ച് മേയറും സംഘവും ആ പ്രശ്നത്തെ പരിഹരിച്ച്. അത് രണ്ടാമത്തെ പ്രശ്നമായിട്ട് വന്നത് തന്നെ ശുചീകരണ തൊഴിലാളികൾ ഇവരുടെ യൂണിയനിൽ പെട്ടതാണ്, ഇടതുപക്ഷ യൂണിയൻ. അവരെ ഇറക്കില്ല എന്ന് പറഞ്ഞു, അവർ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സേവാഭാരതി, സാറ് പറഞ്ഞ പോലെ സേവാഭാരതി വന്നു. ഇനി ഡോക്ടർമാർ വരില്ല, ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ അമൃത എത്ര ഡോക്ടർമാർ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അതും പാളുവന്നായപ്പോഴത്തേക്ക് അവർക്ക് അവസാനം സഹകരിക്കേണ്ടി വന്നു. എന്നിട്ടും സൈബർ ഹാൻഡിലുകളിലിരിക്കുന്ന ചില അന്തംകമ്മികൾ എന്ന് പറയുന്നത്, ഒരു വിവരം എന്ന് പറയുന്ന കാര്യം തലയിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ടീമുകളാണ് ഈ മൊത്തം നഗരസഭ BJP വിരുദ്ധ വാർത്തകളും പറിച്ചു വിടുന്നത്. ഇനി ഒരു കാര്യം കൂടെ സാറിൻ്റെ അടുത്ത് പറഞ്ഞുതരാം. ഇവിടെ കുത്തിയോട്ടം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. ആ കുത്തിയോട്ടത്തിലുള്ള കുട്ടികളെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാർപ്പിച്ചത് ആറ്റുകാൽ നഗരസഭ, ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റാണ്.
ട്രസ്റ്റ് ഗുരുതരമായ വീഴ്ചയാണ് അതിൽ വരുത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് കുടിക്കാൻ കൃത്യമായിട്ട് വെള്ളം, ശുദ്ധിയായ വെള്ളം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ വരാന്തയിലാണ് ശുചിമുറി, ഈ പറയുന്ന ടോയ്ലറ്റിനടുത്താണ് അവരെ കിടത്തിയിരുന്നത് എന്നൊക്കെയുള്ള ഗുരുതരമായ പരാതിയൊന്നും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നഗരസഭയുടെ തലയിലും BJPയുടെ തലയിലും കൊണ്ടിടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ഈ ഇടതുപക്ഷക്കാർ. അത് കാര്യമുണ്ട്. ഈ ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കോർപ്പറേഷൻ ഇടപെടാൻ പറ്റില്ല. ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഒരു ചടങ്ങാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഈ BJP കൗൺസിലർമാരെയോ മേയറെയോ പഴി വരാൻ പറ്റില്ല. അവർ മാന്യത കാണിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഭരണകർത്താക്കൾ അവരെ കൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ക്രമസമാധാന പാലനത്തിനുള്ള ആൾക്കാരും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള അവരാണ് ഇത് ചെയ്യേണ്ടത്. അതിനകത്ത് കോർപ്പറേഷൻ ഇടപെടാതിരുന്നത് വളരെ മാന്യമായി, വളരെ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരവരുടെ പരിധി തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തൊക്കെ അവർ ക്രോസ് ചെയ്തിട്ടില്ല. അതിന് ഈ പറഞ്ഞ പോലെ പിന്നെ പ്രിയൻ പറഞ്ഞില്ലേ, അന്തം കമ്മ്യൂണിസ്റ്റുകൾ അല്ല, അന്തം കമ്മികൾ, അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് തീരെ വിവരമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് തീരെ വിവരമില്ല. അപ്പോൾ അവരുടെ ഒരു പഴയൊരു കഥയുണ്ട്, ഞാനും കേട്ടിട്ടുള്ള. ബ്രഷ്നേവ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത്, പാർട്ടി ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന സമയത്ത്, സോവിയറ്റ് യൂണിയനിലെ ഒരു പൗരൻ മദ്യപിച്ച് ഭയങ്കര ഫിറ്റായിട്ട് ക്രെംലിനിൽ ചെന്നു. അയാളുടെ ഓഫീസ് അവിടെയാണ് രാത്രി. അപ്പോൾ ക്രെംലിനിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ ഒച്ചയിൽ പുറത്തു നിന്ന് വിളിച്ച് കൂയി. ഈ ബ്രഷ്നേവല്ലേ, അയാളൊരു തെണ്ടിയാണ്, അയാളൊരു പൊട്ടനാണ്, അയാളൊരു ഇഡിയറ്റാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കി. മിനിറ്റുകൾക്ക് അയാളെ KGBക്കാർ ഒന്ന് പൊക്കിപ്പോയി കേസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. എന്താ ചാർജ് എന്നറിയോ അയാൾക്കെതിരെ? വർഷങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ രഹസ്യമാക്കി വച്ചിരുന്ന ഒരു സ്റ്റേറ്റ് സീക്രട്ട് അയാളെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചിട്ടുള്ള പൊതുവെയുള്ള അറിവ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ക്ഷേത്രങ്ങൾ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അടുത്ത കാലത്ത് 3-4 ദിവസം മുമ്പ് വരെ കാസർഗോഡ് പനയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് മറന്നു. ഒരു വലിയ ക്ഷേത്രം അത്. അപ്പോൾ അവിടെ അവരൊരു പുതിയ സ്കീം തുടങ്ങിയിരിക്കുന്നു. റംസാൻ്റെ നൊയമ്പ് വീടിക്കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ മലയാളം ചാനലുകളെല്ലാം പറഞ്ഞു, ഇതാണ് കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്, അതല്ലാതെ മറ്റേ കേരള സ്റ്റോറി അല്ല, മറ്റേ ലവ് ജിഹാദും അതുമായിട്ട് ബന്ധപ്പെട്ടത്, ഇതാണ് കേരള സ്റ്റോറി, ഇതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളിലൊക്കെ ഉണ്ടാവും, പേപ്പറിലൊക്കെ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ടാവും, മതേതര പത്രങ്ങളിലൊക്കെ. അപ്പം ഞാൻ കാസർഗോഡുള്ള ഈ പനയിലുള്ള ഒരു സുഹൃത്തിനടുത്ത് വിളിച്ചു ചോദിച്ചു, ഇതെന്താ ഇതിങ്ങനെ ഭയങ്കര സംഭവമാണല്ലോ എന്ന് വെച്ചപ്പോഴാണ് അയാൾ പറഞ്ഞത്, എൻ്റെ സുഹൃത്തെ, ഇത് ഞങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ സംഘത്തിൽപ്പെട്ട ആളാണ്, RSSൽ പെട്ട ആളാണ്. ഇതെന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം രൂപയോ മറ്റോ ഈ ക്ഷേത്രത്തിന് ഗൾഫിൽ നിന്ന് ഡൊണേഷൻ കിട്ടി. ഇത് ഭരിക്കണത് ഈ ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവർ ചെയ്തതാണിത്. അപ്പോൾ മതസൗഹാർദ്ദമുണ്ട്. കേരളം എന്താ പറയുന്നത്, വളരെ മനോഹരമാണ്, എൻ്റെ കേരളം എത്ര മനോഹരം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പാടില്ല ക്ഷേത്രത്തിൽ. കാരണം എന്താ, അവർ മുസ്ലിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. അവർ ആ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അവർ ഇല്ല. പിന്നെ എന്തിനാണ് അവർ വന്ന് അവിടെ പോയി ഭക്ഷണം കഴിച്ച്? ഇവർക്ക് എന്താ ഇഫ്താർ അല്ലെങ്കിൽ നൊയമ്പ് തുറക്കാനായിട്ട് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വേണോ? അതാണ് അതെ. അപ്പം ഇത് ഈ ആരെയൊക്കെയോ സുഖിപ്പിക്കുകയാണ് എന്നുള്ളതും അതേപോലെ ഹിന്ദുക്കളെ മുഴുവൻ ചീത്തയായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണ്. അതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കും. ഇപ്പം നമ്മൾ പേപ്പറിൽ ഇതൊക്കെ വായിക്കും, TV കാണുന്നവർ ഇത് ഗംഭീര വാർത്തയാണല്ലോ, ഇത് ഇങ്ങനെ വേണം കേട്ടോ എന്നൊക്കെ പറയുകയും ചെയ്യും.
പണ്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ ടി വി കാണുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഏതോ തൃശ്ശൂരാണോ പാലക്കാടാണോ എന്നറിയില്ല, ഒരു ഗ്രാമത്തിലെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിം സഹോദരന്മാരോട് ചേർന്ന് നൊയമ്പ് വീടാണ്. ഇവനൊക്കെ മാസത്തിൽ നൊയമ്പെടുക്കാനായിട്ട് ഏകാദശിയും ദ്വാദശിയും ത്രയോദശിയൊക്കെ ഉണ്ട്, കേട്ടിട്ടില്ലേ? അത് ചെയ്യൂല അവര്. ഇവരുടെ കൂടെ പോയി ഇരുന്നിട്ട് നാണമില്ലാതെ എന്താ പറയണ ഈ നൊയമ്പ് വീട് അവരുടെ മതത്തിന്റെ പ്രസക്തി ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ചിട്ടാണ് നൊയമ്പെടുക്കണതും ഒക്കെ. അതിനവരെ അനുവദിക്കും. ഇവര് പോയിട്ട് അവിടെ പോയി വലിഞ്ഞു കയറി ബിരുന്നിന് ചെല്ലണ പോലെയല്ലേ ഇവർ ചെയ്യണ മുഴുവൻ. ഞാൻ പറയണ സൗഹാർദ്ദം വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, സൗഹാർദ്ദം വേണം, പക്ഷെ നെവർ ഓവർ ഡു തിങ്സ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കുളമാക്കരുത്, ചളമാക്കരുത്. അത് നമ്മുടെ മാർക്സിസ്റ്റുകാർക്ക് ആ ബോധമില്ല. ഈ പറഞ്ഞ പോലെ അതൊരു സ്റ്റേറ്റ് സീക്രട്ടാണ്, മാർക്സിസ്റ്റുകാർക്ക് ബോധമില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് എങ്ങനെയെങ്കിലും ഈ തൃശ്ശൂർ പൂരമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കലക്കിയതുപോലെ ഈ തിരുവനന്തപുരത്തുള്ള പൊങ്കാലയും കൂടെ കലക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. തിരുവനന്തപുരത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇതാണല്ലോ, ലോകത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നുള്ള പേരാണ് അറിയണേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് CNN ചാനലിൽ ഇതിനെക്കുറിച്ചൊരു പ്രോഗ്രാം വന്നിരുന്നു. CNN ചാനൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലേനെ കുറിച്ച് അവർ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുക, അതിൻ്റെ പ്രസക്തി എന്തൊക്കെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. കാര്യം അതൊരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ചാനലായിരുന്നു CNN എന്ന് പറയുന്നത്. യഥാർത്ഥ CNN കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നെങ്കിലും നമ്മളതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ന്യൂസ് നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ അവർ അതിനകത്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കാര്യമായിപ്പോയി. CNN ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ CNN അല്ല, ഇപ്പോഴത്തെ ഉള്ള CNN അല്ല, പഴയ CNN അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ 2 പ്രോഗ്രാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കേരളത്തിലെ മാട്രിമോണിയൽ ഏജൻസീസ് അല്ലേ, ഏറ്റവും വലിയ മതേതര എന്ന് കേരളം എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വരെ അവരുടെ ചാനലിലും കേരള മാട്രിമോണി, നായർ കുടുംബത്തിലുള്ള യുവാക്കളെ വേണോ യുവതികളെ വേണോ, ഈഴവ കുടുംബത്തിലെ യുവാക്കളെ വേണോ യുവതികളെ വേണോ, എല്ലാ ജാതിയിലുള്ളവരും ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം വരെ അവർ അന്ന് അതിനകത്ത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അത്ര ഉണ്ടായിരുന്നില്ല, 2-3 4 ഏജൻസി ഉണ്ടായിരുന്നുള്ളൂ മാട്രിമോണിയൽ സർവീസ്. ഇപ്പോഴല്ലേ മറ്റേ മുസ്ലിം അവർക്ക് വേണ്ടി മാത്രം എന്താ മാട്രിമോണിയൽ സർവീസ് എല്ലാം വന്നിരിക്കണതല്ലേ. ഇതാണ് ഇത്, ഇത്രയേ ഉള്ളൂ പ്ലസ് പോയിന്റ്. രാഷ്ട്രീയമായിട്ട് ഒരു അടി കൊടുക്കുക, അതിനകത്ത് കൂടി കുറച്ച് ഷൈൻ ചെയ്യുക എന്നുള്ളതാണ് CPMൻ്റെ തന്ത്രം. അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോവില്ലായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവരെ കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള സഹായം നൽകണമായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിലും ഇതുപോലെ സൈബർ മീഡിയ വഴി ഇത് ചെയ്യാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.